മലയാള സിനിമയുടെ അഭിമാനം. ഒരു നടനല്ല, ഒരു യുഗം. മമ്മൂട്ടി യുഗം. ഓരോ കഥാപാത്രവും ഒരു ജീവിതം പോലെ നമ്മളിലേക്ക് എത്തിച്ച അസാധാരണമായ അഭിനയ പ്രതിഭ. ഈ വീഡിയോ മമ്മൂക്കയുടെ സിനിമാ യാത്രയിലേക്കുള്ള ഒരു ചെറിയ ആദരം. അമ്മേ 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 മലയാള സിനിമയുടെ മഹായുഗം. ഒരു മുഖം, നൂറുകണക്കിന് ജീവിതങ്ങൾ, വേദനയും ശക്തിയും മൗനവും എല്ലാം ഒരുപോലെ അഭിനയിച്ച നടൻ മമ്മൂട്ടി. മമ്മൂട്ടി എന്നത് ഒരു പേരല്ല, മറിച്ച് ഒരു ചരിത്രം. കാലം മാറിയാലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മാറില്ല. സിനിമ ജീവിതമായ മഹാനടൻ. ഈ മഹാനടന് സിനിമ പറയുന്ന കാര്യത്തിന്റെ ആദരം. ചില മനുഷ്യർ സിനിമയിൽ വരില്ല, സിനിമ തന്നെയായിരിക്കും അവർ. അങ്ങനെ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് കുട്ടി എന്ന ബാലൻ ഒരു ദിവസം ലക്ഷങ്ങൾ ആരാധിക്കുന്ന മമ്മൂട്ടിയായി മാറുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. അച്ഛൻ്റെ കഠിനാധ്വാനം, അമ്മയുടെ സ്നേഹം, സഹോദരങ്ങളുടെ പിന്തുണ, ഇവയാണ് അദ്ദേഹത്തിൻ്റെ ആദിശക്തി. അദ്ദേഹം പഠിച്ചു വളർന്നു, ഒരു അഭിഭാഷകനായി ജോലി ചെയ്തു. എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു, സിനിമ എന്ന സ്വപ്നം. അത് വെറും ആഗ്രഹമല്ലായിരുന്നു, അത് ഒരു വിശ്വാസമായിരുന്നു. സിനിമയിലെ ആദ്യകാലം എളുപ്പമായിരുന്നില്ല. നീരസങ്ങളുണ്ടായി, അവഗണനകളുമുണ്ടായി. പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല. ഓരോ പരാജയവും അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി. പിന്നീട് ഓരോ കഥാപാത്രത്തിലൂടെയും അദ്ദേഹം ഒരു പുതിയ മമ്മൂട്ടിയായി ജനിച്ചു. ദുഃഖം, ക്രൂരത, സ്നേഹം, മൗനം, അഹങ്കാരം, വേദന എല്ലാം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം അഭിനയിച്ചിട്ടില്ല, അവിടെ ജീവിച്ചു കാണിച്ചു. ദേശീയ പുരസ്കാരങ്ങൾ, രാജ്യാന്തര അംഗീകാരം, ലക്ഷക്കണക്കിന് ആരാധകർ. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പുരസ്കാരം ജനങ്ങളുടെ ഹൃദയം തന്നെയായിരുന്നു. മമ്മൂട്ടി നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം: വയസ്സ് ഒരു സംഖ്യ മാത്രമാണ്. അദ്ദേഹം ഇന്നും കഠിനമായി വ്യായാമം ചെയ്യുന്നു, പഠിക്കുന്നു, ജീവിതത്തിനും ഭക്ഷണക്രമത്തിലും ചിട്ടകൾ പാലിക്കുന്നു, പുതിയ കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്നു. കാരണം അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു യോദ്ധാവാണ്. നിനക്ക് വൈകിയെന്ന് തോന്നുമ്പോൾ മമ്മൂട്ടിയെ ഓർക്കുക. നീ വീണുപോയെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രകൾ ഓർക്കുക. വിജയം വേഗത്തിലല്ല, സ്ഥിരതയോടെ. മമ്മൂട്ടി ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു പ്രചോദനമാണ്, ഒരു കാലഘട്ടമാണ്, ഒരു ദീപമാണ്. സിനിമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ദീപം നമ്മളെ സിനിമ എന്ന പ്രകാശലോകത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ സിനിമയുടെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ദീപമാണ് മമ്മൂട്ടി. ഇത് സിനിമ പറയുന്ന കാര്യം. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളച്ചൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ?
നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്. നിനക്ക് വൈകിയെന്ന് തോന്നുമ്പോൾ നീ മമ്മൂട്ടിയെ ഓർക്കുക. നീ വീണുപോയെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രകൾ ഓർക്കുക. വിജയം വേഗത്തിലല്ല, സ്ഥിരതയോടെ എത്തും. ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു പ്രചോദനമാണ്, ഒരു കാലഘട്ടമാണ്, ഒരു ദീപമാണ് മമ്മൂട്ടി. നമ്മളെ സിനിമയുടെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു ദീപം. ഇത് സിനിമ പറയുന്ന കാര്യം.